ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ ദിവസത്തിലും കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വേദഭാഗ്യം ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 37-ാം വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി നാം വായിക്കുന്നു, വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഡു നോട്ട് ജഡ്ജ് ആൻഡ് യു വിൽ നോട്ട് ബി ജഡ്ജ്ഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അനേക വിധികൾ നാം കേൾക്കാറുണ്ട്. മനുഷ്യർ വിധിക്കുന്ന വിധികൾ പലതുണ്ട്. ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഒത്തിരി വിധികൾ. ആമേൻ. ഭൂമിയിൽ നമുക്ക് ന്യായമായൊരു വിധി ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഏത് മനുഷ്യനെ നോക്കിയാലും അവർ വിധിക്കുന്നവരാണ്. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു, ആമേൻ, നിങ്ങൾ വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. അതേ, ആ കർത്താവിൻ്റെ കൽപ്പന നമുക്ക് പ്രമാണിക്കാം. നാളുകൾ എന്ത് തന്നെ സംഭവിച്ചോട്ടെ, ഏത് വ്യക്തിയുടെയും ആരുടെയും ആമേൻ സ്തോത്രം സ്പഷ്ടമായി എന്ത് നാം കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും നാം വിധിക്കുന്നവരായി മാറരുത്. എന്നാൽ നമ്മെയും വിധിക്കുകയില്ല. ഒരു അന്ത്യന്യായവിധി ഉണ്ട്. ആമേൻ. ആമേൻ സ്തോത്രം. സകലരെയും വിധിക്കുന്ന ഒരു നീതിയുള്ള ന്യായാധിപതി ഉണ്ട്. ആ ദിവസത്തിൽ നമ്മുടെ കാലുകൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം ആരെയും വിധിക്കാതിരിപ്പാൻ നമ്മെ തന്നെ സൂക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട. ഹല്ലേലൂയ. കാരണം നമ്മെ ഓരോരുത്തരെയും ജഡ്ജ് ചെയ്യുന്ന ഒരു റൈച്ചസ് ആയിട്ടുള്ള ഒരു ജഡ്ജുണ്ട്. എല്ലാം യേശു കർത്താവിനെ നോക്കിക്കേ. സ്തോത്ര ലേഖനങ്ങളിൽ നാം വായിക്കുന്നു, യേശു കർത്താവ് തന്നെ ശകാരിച്ചിട്ടും ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ടും വീക്ഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രയേ ചെയ്തത്. ആ യേശു കർത്താവിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം. സ്തോത്രം. യേശു കർത്താവ് ഇവിടെ വിധിക്കരുത് എന്നാൽ നിങ്ങളെ വിധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ താൻ ക്രൂശിൽ കിടന്നപ്പോൾ താൻ ഇത്രയും കഷ്ടങ്ങൾ സഹിച്ചപ്പോൾ യേശു കർത്താവ് ആരെയും വിധിച്ചിട്ടില്ല. മറിച്ച് ന്യായമായി വിധിക്കുന്ന തൻ്റെ പിതാവിങ്കൽ കാര്യം ഫലമേൽപ്പിച്ചതുപോലെ എന്ത് തന്നെ നമ്മുടെ നേരെ കടന്നു വന്നാലും നാം അതുപോലെ വിധിക്കുന്നവരായി മാറാതെ ദൈവകരങ്ങളെ നമ്മുടെ കാര്യങ്ങളെ ഫലമേൽപ്പിക്കുമെങ്കിൽ ന്യായത്തോടെ നീതിയോടെ വിധിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. രണ്ടാമത് വായിക്കുന്നു, നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. ഇംഗ്ലീഷിൽ ഡു നോട്ട് കണ്ടം ആൻഡ് യു വിൽ നോട്ട് ബി കണ്ടംഡ്. പ്രൈസ് ദി ലോർഡ്. അതിന് ഉദാഹരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-11 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുതെന്ന് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ യേശു ചെയ്തത് നോക്കി നമുക്കറിയാം. പാപിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ ജനമൊക്കെയും കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുക, ഇവൾ പാപിയാണ്. സ്തോത്രം, നീ എന്ത് ഇവളെക്കുറിച്ച് പറയുന്നു? യേശു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. സ്തോത്രം. അല്പസമയം കഴിഞ്ഞ് യേശു നിവർന്ന് നോക്കിയപ്പോൾ സ്തോത്രം ആരും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു 9-ാം വചനം, മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി, യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. അപ്പോൾ യേശു ചോദിക്കുക, സ്ത്രീയെ, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ? ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, സ്തോത്രം സ്തോത്രം. നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാ. ഒരിക്കലും നമുക്ക് ആരെയും ശിക്ഷ വിധിക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടില്ല. സ്തോത്രം. ഇവിടെ യേശു കർത്താവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന അധികാരത്തോടെ
സ്നേഹത്തോടെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ യേശു പറയുക, അവരാരും വിധിച്ചില്ല, ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ആ യേശു പോലും ആ പാപിയായ സ്ത്രീക്ക് ശിക്ഷ വിധിച്ചില്ല. നാം തന്നെ ഒന്ന് നോക്കിക്കേ, അവൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കാണ് നാം വലിയ ശിക്ഷ വിധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത്രയും ഒരു പാപിയായ സ്ത്രീയോട് യേശു പറയുക, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, എന്നാൽ ഇനി പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുന്നത് നാം ചെയ്യാതിരിക്കുന്നത് ആ പാപം. ഇവിടെ നാം ഇന്ന് കേട്ടു, നിങ്ങൾ ആരെയും ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. ആ വചനം കേട്ടിട്ട് വീണ്ടും നാം പാപം ചെയ്താൽ നാം നമുക്ക് തന്നെ ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്നവരായിരിക്കുന്നു. ഒന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് ശിക്ഷാവിധി വരാതിരിക്കണമെങ്കിൽ ഒരു നിത്യ ശിക്ഷാവിധി ഉണ്ട്, ഒരു അന്ത്യന്യായവിധി ഉണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം. ആയതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ തന്നെ ശുദ്ധവും നിഷ്കളങ്കയും കറകളങ്ക മാലിന്യങ്ങളില്ലാത്ത മണവാട്ടിയായി നമുക്ക് ജീവിക്കാം, ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലാസ്റ്റ് സെന്റൻസ് നാം വായിക്കുന്നു, വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും. എന്താണ് ഈ വിടുവിൻ എന്നാൽ വിടുവിക്കും? പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു, forgive and you will be forgiven. ആമേൻ. വിടുവിൻ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥത്തിൽ പറയുക, forgive, ക്ഷമിക്കുക. വിധിക്കണ്ട, വിധിക്കരുത്, ശിക്ഷ വിധിക്കരുത്. ആമേൻ. ഒരു വാക്കുകൊണ്ട് നാം വിധിക്കരുത്, ശിക്ഷയും വിധിക്കരുത്. സ്തോത്രം. മൂന്നാമത് നാം ചെയ്യേണ്ടുന്നത് ആ വചനത്തിൽ യേശു പറയുന്നുണ്ട്, ക്ഷമിക്കുക. ക്ഷമിപ്പീൻ എന്നാൽ നിങ്ങൾക്കും ക്ഷമിക്കപ്പെടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഓരോ നിമിഷവും നാം ചെയ്യുന്ന പാപങ്ങളും ലംഘനങ്ങളും ഒക്കെ ഓർത്ത് നമ്മെ ശിക്ഷ വിധിച്ച് ശ്രമിക്കാത്ത ദൈവമായിരുന്നെങ്കിൽ നാം ആരും ഇന്ന് ഇത്ര സന്തോഷത്തോടെ, സൗഭാഗ്യത്തോടെ, അനുഗ്രഹത്തോടെ നാം നിലനിൽക്കത്തില്ലായിരുന്നു. എന്നാൽ കൃപയാൽ കർത്താവ് നമ്മുടെ പാപങ്ങളെയൊക്കെ ഓരോ നിമിഷവും ക്ഷമിക്കുന്ന ദൈവമായതുകൊണ്ടാണ് നാം ഇന്നും ഇങ്ങനെ ഭൂമിയുടെ പരപ്പിൽ നിലനിൽക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇനിയും കർത്താവ് നമ്മെ ക്ഷമിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നാം ക്ഷമിക്കുന്നവരായി മാറണം. ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ നാളുകളിൽ നാം ചിലപ്പോൾ വിധിക്കുന്നവരായിരിക്കും, ശിക്ഷ വിധിക്കുന്നവരായിരിക്കാം. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കാം, ഇനി വിധിക്കുന്നവരായിട്ടല്ല, ശിക്ഷ വിധിക്കുന്നവരായിട്ടുമല്ല. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കുന്നവരായി മാറാം. നമ്മുടെ കർത്താവ് യേശു കർത്താവ് ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും, ഒരു ദോഷവും ആർക്കും ചെയ്യാതിരുന്നിട്ടും നന്മ മാത്രം ചെയ്ത യേശു കർത്താവിന് ആമേൻ അവസാന നിമിഷത്തിൽ യേശു കർത്താവ് എന്തെല്ലാം വേദന, കഷ്ടതകൾ, നിന്ദകൾ സഹിച്ചു. അവിടെയും യേശു കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നതിനെന്നറിയായ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ഫലമായി ഭൂമിയിൽ ആർക്കും ലഭിക്കാത്ത അധികാരവും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഉയർച്ചയും ആമേൻ യേശു കർത്താവ് പ്രാപിച്ചു. ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമ്മെ ചേർക്കുവാൻ യേശു കർത്താവ് വേഗം വരാൻ പോകുന്നു. നീതിയുള്ള ന്യായാധിപതിയാൽ സകല ഭൂമിയെയും യേശു കർത്താവ് വിധിക്കുന്ന ന്യായ കർത്താവാൽ എഴുന്നേൽക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം യേശു ക്ഷമിച്ചുവോ അത്രത്തോളം പിതാവായ ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി. ഈ നാളുകളിൽ മറ്റുള്ളവർ വിധിക്കട്ടെ, ശിക്ഷ വിധിക്കട്ടെ, എന്ത് തന്നെ പറഞ്ഞോട്ടെ, സകലതും ക്ഷമിക്കുന്നവരായി നമുക്ക് മാറുവാം. അവൻ എത്രത്തോളം നാം ക്ഷമിക്കുന്നുവോ, നമ്മെ തന്നെ താഴ്ത്തുന്നുവോ, അത്രത്തോളം കർത്താവ് നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ആയതിനാൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ജോസഫിനെ നോക്കിക്കേ, തന്നെ തള്ളിക്കളഞ്ഞ, തന്നെ ഉപേക്ഷിച്ച, പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ, വിറ്റുകളഞ്ഞ തൻ്റെ സഹോദരന്മാരുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ അവർ മിസ്രൈമിൽ നിന്ന് ക്ഷാമമായപ്പോൾ ജോസഫിൻ്റെ അടുക്കലാണ് കടന്നു വന്നത്. ജോസഫിൻ്റെ ഇഷ്ടം പോലെ ജോസഫിനെ ചെയ്യാമായിരുന്നു, അവരെ വിധിക്കാമായിരുന്നു, ശിക്ഷ വിധിക്കാമായിരുന്നു, ക്ഷമിക്കാതെ അവർക്ക് ശിക്ഷകൾ കൊടുക്കാമായിരുന്നു. എന്നാൽ ജോസഫ് അങ്ങനെയൊന്നും ചെയ്തില്ല. ജോസഫ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് നന്മയ്ക്കായിട്ട് ദൈവം മാറ്റി അവരെ ഭോഷിപ്പിച്ചു. അതുപോലെ ഈ നാളിൽ ദൈവം നമ്മളെ എത്രത്തോളം ഉയർത്തുന്നുവോ, നമ്മുടെ സ്തുതികൾക്ക് അവസ്ഥകൾക്ക് മാറ്റം വരുത്തും, അത്രത്തോളം ദൈവകരങ്ങൾ നമ്മെ തന്നെ താഴ്ത്താം, നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാം. ഈ വചനപ്രകാരം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ യേശുവേ, അങ്ങയെപ്പോലെ ഞങ്ങളായി തീരുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ന്യായമായി വിധിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളെ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് വിധിക്കുന്നവരായിട്ടല്ല, ശിക്ഷ വിധിക്കുന്നവരായിട്ടുമല്ല, അപ്പോൾ ക്ഷമിക്കുന്നവരായി, സകലതും സഹിക്കുന്നവരായി മാറുവാൻ, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും കർത്താവെ, സഹിഷ്ണുതയോടെ സകലം പൊറുക്കുന്നവരായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, അത്യുന്നതിൻ്റെ മക്കളെന്ന് ഞങ്ങൾ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.